ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിമുറുക്കാൻ ഇഡിയുടെ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ കേരളത്തിലും പുറത്തുമായി 21 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സ്മാർട്ട് ക്രിയേഷൻസിലും റെയ്ഡ്. പ്രതികളിൽ തന്ത്രിയെ മാത്രം തൊടാതെ ഇഡി. SIT അന്വേഷണത്തിനിടെ ഇഡിയുടെ വരവ് സംശയാസ്പദം എന്ന് VN വാസവൻ. ശബരിമലയിലെ വാജിവാഹന വിവാദം സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ്. വാജിവാഹന കൈമാറ്റം നിയമപ്രകാരം യഥാർത്ഥ കൊള്ളക്കാർ ഇപ്പോഴും മറയത്തെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസും ചിത്രത്തിൽ ഉണ്ടല്ലോ എന്ന് MV ഗോവിന്ദന്റെ പരിഹാസം. കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് BJP മാർച്ച്. നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി മുഖ്യമന്ത്രി. ഗവർണർ വെട്ടിയ കേന്ദ്ര വിമർശന ഭാഗം സഭയിൽ വായിച്ച മുഖ്യമന്ത്രി. മന്ത്രിസഭ അംഗീകരിച്ച രേഖയിൽ ചില കൂട്ടിച്ചേർക്കൽ നടത്തിയെന്ന് ഗുരുതര ആരോപണം. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. അർത്ഥസത്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്ന് ലോക്ഭവൻ. സമൂഹമാധ്യമ അധിക്ഷേപത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ബസ്സിലെ CCTV ദൃശ്യം ന്യൂസ് മലയാളത്തിന്. ദീപകിനെതിരെ ആരും പരാതി പറഞ്ഞില്ലെന്ന് ബസ് ജീവനക്കാർ. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ. പ്രതിയെ പിടികൂടി ദീപകിന് നീതി ഉറപ്പാക്കണമെന്ന് കുടുംബം. താരസംഘടനയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരൻ കുറ്റക്കാരിയല്ലെന്ന് അമ്മ. കുക്കു പരമേശ്വരൻ മെമ്മറി കാർഡ് കൈമാറിയത് KPS ലളിതയ്ക്ക്. ലളിതയുടെ നിര്യാണത്തോടെ അന്വേഷണം അവസാനിപ്പിച്ചെന്ന് ശ്വേത മേനോൻ. അന്വേഷണ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചെന്നും അമ്മ നേതൃത്വം. സംസ്ഥാനത്ത് സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു. മന്ത്രി സജി ചെറിയാനുമായി സംഘടനകൾ നടത്തിയ ചർച്ചയിൽ സമവായം. വിനോദ നികുതിയിൽ ഇളവ് നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്ന് ഫിലിം ചേംബർ. സിനിമാ ചിത്രീകരണവും പ്രദർശനവും മുടക്കമില്ലാതെ തുടരും. കൊച്ചി എളമക്കരയിൽ വിദ്യാർത്ഥിയെ ഇടിച്ച് തെറിപ്പിച്ച അപകടത്തിൽ വഴിത്തിരിവ്. ദീക്ഷിതയെ ഇടിച്ചത് ദൃശ്യത്തിലുള്ള കാറല്ലെന്ന് കണ്ടെത്തൽ. അപകടമുണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറെന്ന് പോലീസ്. വാഹനത്തിന്റെ ഡോർ തുറന്നപ്പോൾ സൈക്കിളിൽ തട്ടി. കാറിലുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജി അറസ്റ്റിൽ. BJP-നെ നിതിൻ നബീൻ നയിക്കും. JP നദ്ദയുടെ പിൻഗാമിയായി ദേശീയ അധ്യക്ഷ പദവിയിൽ. BJP-യുടെ ചരിത്രത്തിൽ അധ്യക്ഷ പദവിയിലെത്തുന്ന പ്രായം കുറഞ്ഞയാളായി നിതിൻ. ഇനി തന്റെ ബോസ് നിതിൻ നബീൻ എന്ന് നരേന്ദ്രമോദി. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് വീണ്ടും അനിശ്ചിതത്വത്തിൽ. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സെൻസർ ബോർഡിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. സിനിമ കണ്ടത് റീജിയണൽ സെൻസർ ബോർഡ് ആണോ എന്നതിൽ വ്യക്തത വരുത്തണം എന്ന് കോടതി. തെരുവുനായ വിഷയത്തിൽ മേനകാ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതി ഉത്തരവിനെതിരായ വിമർശനം കോടതി അലക്ഷ്യം. കോടതിയുടെ മഹാമനസ്കതയിൽ കേസെടുക്കുന്നില്ല. നായയ്ക്ക് തീറ്റ കൊടുക്കുന്നവരും ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളെന്ന് പറഞ്ഞത് ഗൗരവത്തോടെയെന്നും കോടതി. ധനവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയത്തെ തുടർന്ന് സമരം ശക്തമാക്കാൻ ഡോക്ടർമാരുടെ സംഘടന KGM-CTA ജനുവരി 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപനം ബഹിഷ്കരിക്കും. തിരുവനന്തപുരത്ത് DME ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ജനുവരി 27 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്താനും തീരുമാനം. ഇടുക്കി അറക്കുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച നാട്ടുകൂട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അറക്കുളം പഞ്ചായത്തിന്റെ വികസന ചർച്ചകളാണ് പ്രധാനമായും ഉണ്ടായത്. നാട്ടുകാരുടെ വിവിധ നിർദ്ദേശങ്ങളും സംശയങ്ങൾക്കും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറുപടി നൽകി. കോഴിക്കോട് നാദാപുരം പുളിയാവ് നാഷണൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. നാദാപുരം, കുറ്റിയാടി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന പ്രസിഡന്റുമാരും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കോളേജ് ചെയർമാൻ അബ്ദുള്ള വയലോളി അധ്യക്ഷത വഹിച്ചു. പ്രതിനിധികൾ കോളേജ് വിദ്യാർത്ഥികളുമായി ആശയസംവാദം നടത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക്. തമിഴ്നാട്ടിലെ പ്രമുഖ വ്യാപാരിയും അടയാർ ആനന്ദഭവൻ ഉടമയുമായ ശ്രീനിവാസ രാജയാണ് അശോക് ലെയ്ലാൻഡിന്റെ പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക് വഴിപാടായി സമർപ്പിച്ചത്. കിഴക്കേ നട ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന വാഹനപൂജയ്ക്ക് ശേഷമായിരുന്നു സമർപ്പണ ചടങ്ങ്. തൃശൂർ കലൂരിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. മാവിൻ ചുവട് സ്വദേശി വട്ടപ്പുള്ളി വീട്ടിൽ ജയനാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് അപകടം. വീടിന് സമീപത്തുള്ള പറമ്പിലെ കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിയുകയായിരുന്നു. ഗുരുവായൂർ വടക്കേക്കാട് പോത്ത് ആൽമറയില്ലാത്ത കിണറ്റിൽ വീണു. വൈലത്തൂർ കച്ചേരിപ്പടിയിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനാണ് അപകടം സംഭവിച്ചത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പരിക്ക് പറ്റിയ നിലയിൽ പോത്തിനെ കണ്ടെത്തിയതോടെ ഫയർഫോഴ്സിന്റെ സഹായം തേടി.
അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടന നാടകമായി ഫ്രാങ്കൻസ്റ്റൈൻ പ്രൊജക്ട് തെരഞ്ഞെടുത്തു. വിഖ്യാത എഴുത്തുകാരി മേരി ഷെല്ലിയുടെ ഡോക്ടർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ നാടകമാണ് ഫ്രാങ്കൻസ്റ്റൈൻ പ്രൊജക്ട്. അർജന്റീനയിൽ നിന്നുള്ള ലൂസിയാനോ മൻസൂർ എന്ന നാടക സംഘമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. കണ്ണൂർ മാങ്ങാട്ടിടം കുറുമ്പുക്കൽ LP സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ വൈസ് വിമൻസ് ക്ലബ്ബ് ആയിഷറോസ് കൂത്തുപറമ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മാങ്ങാട്ടിടം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഷബിന ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കുഞ്ഞിമംഗലത്ത് പഞ്ചായത്ത് ഭൂമിയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി വിൽപ്പന നടത്തി. താമരംകുളങ്ങരയിൽ തീരദേശ റോഡരികിലെ 3 തണൽ മരങ്ങളാണ് സ്വകാര്യ വ്യക്തി മുറിച്ച് വിൽപ്പന നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ മുറിച്ച മരത്തടികൾ മരമില്ലിൽ നിന്നും വാഹനത്തിൽ തിരികെ കൊണ്ടുവന്ന് റോഡരികിൽ ഉപേക്ഷിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സഹകരണത്തോടെ റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച റോബോട്ടിക്സ് പരിശീലന പരിപാടി വേറിട്ട അനുഭവമായി. AWH എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചായിരുന്നു റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെ ആസ്പദമാക്കി പരിശീലന കളരി ഉൾപ്പെട്ട റോബോട്ടിക്സ് ശില്പശാല സംഘടിപ്പിച്ചത്. KSSPA സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിലെ T കരുണാകരൻ മാസ്റ്റർ സ്മാരക നഗറിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ വെറും കുടിശ്ശിക സർക്കാരായി മാറിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ സുസ്ഥിര തൃത്താല പദ്ധതി മണ്ഡലത്തിൽ ആവിഷ്കരിച്ച മന്ത്രി MB രാജേഷിനെ അഭിനന്ദിച്ചു ജാർഖണ്ഡ് ടീം. പദ്ധതി മുഖേന മണ്ഡലത്തിലെ ഭൂഗർഭ ജലവിധാനത്തിൽ വരുത്തിയ വർധനവ് മാതൃകാപരമാണെന്നും സംഘം വിലയിരുത്തി. സുസ്ഥിര വികസനത്തിൽ മാതൃക തീർത്ത പദ്ധതി ജാർഖണ്ഡിൽ പ്രാവർത്തികമാക്കുന്നതിന് പദ്ധതി നടത്തിപ്പിനെക്കുറിച്ചും വകുപ്പ് സംയോജനം സംബന്ധിച്ചും സംഘം മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭവനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ സെന്ററിന്റെ നവീകരിച്ച സെന്ററിൽ പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK നവാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 25ാം വാർഷികം ആഘോഷിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പരിശീലന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രസിഡന്റ് നിർവഹിച്ചത്. കണ്ണൂർ കുറ്റ്യാട്ടൂർ ALP സ്കൂളിൽ ശതോത്തര രജത ജൂബിലി ആഘോഷം ജനുവരി 21 ബുധനാഴ്ച ആരംഭിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ K അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 22-ന് വൈകിട്ട് 6 മണിക്ക് കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടറും സൊസൈറ്റി പ്രസിഡന്റുമായ അരുൺ K വിജയൻ അധ്യക്ഷനാകും. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഹൈബിയുടെ MP നടപ്പിലാക്കുന്ന നോ എൻട്രി ലഹരി വിരുദ്ധ ക്യാമ്പയിന് തൃക്കാക്കര നഗരസഭയിൽ തുടക്കമായി. തൃക്കാക്കര നഗരസഭ സംഘടിപ്പിച്ച പ്രഖ്യാപന സമ്മേളനം ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അജു വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ആലുവ വനിതാ സെല്ലിൽ ഫാമിലി കൗൺസിലിംഗ് സെന്ററിന്റെ പുതിയ ഓഫീസ് റൂം ജില്ലാ പോലീസ് മേധാവി M ഹേമലത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അലക്സ് ബേബി അധ്യക്ഷത വഹിച്ചു. എറണാകുളം റൂറൽ വനിതാ സെല്ലിൽ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഫാമിലി കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ 2 വയസ്സുകാരൻ ബക്കറ്റിൽ വീണ് മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശികളായ ടോം തോമസ്, ജിൻസി തോമസ് ദമ്പതികളുടെ മകനാണ് ആക്ടനാണ് മരിച്ചത്. ഹാളിൽ ഇരുത്തിയ കുഞ്ഞ് രക്ഷിതാക്കളുടെ കണ്ണുവെട്ടിച്ച് കുളിമുറിയിലെത്തി കളിക്കുന്നതിനിടെയാണ് മരണം. ശബരിമല പാതയിൽ ശബരി ശുചിത്വം പൂർത്തിയാക്കി യൂത്ത് കോൺഗ്രസ്. കാനനപാതകളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായാണ് പരിപാടി. വർഷങ്ങളായി നടത്തിവരുന്ന പ്രവർത്തനം ശബരിമലയുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ സംഭാവന നൽകുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ട പറഞ്ഞു. മംഗലം ഡാം ഓടംതോട് മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഓടംതോട് സ്വദേശി വിജേഷാണ് കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത്. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിംഗിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പുലി. വനം വകുപ്പിന് വിവരം അറിയിച്ചു. കോഴിക്കോട് പാലേരിയിൽ വീടിന് തീപിടിച്ച അടുക്കള ഭാഗം കത്തിനശിച്ചു. തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. താന്നിയോട്ട് മീത്തൽ ഇബ്രാഹിക്കുട്ടിയുടെ വീടിനാണ് തീപിടിച്ചത്. ഇബ്രാഹിക്കുട്ടിയുടെ ഭാര്യയാണ് ഇവിടെ താമസം. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു.
കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഡിഡാഡ് സെന്റർ പ്രോജക്ടിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആത്മഹത്യാ വിരുദ്ധ ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡിവൈഎസ്പി ഇൻചാർജ് CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ശില്പശാലയിൽ 200 അംഗൻവാടി പ്രവർത്തകർ പങ്കെടുത്തു. കാനറ ബാങ്കിന്റെ 120ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമം ദത്തെടുക്കൽ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിക്ക് കാസർഗോഡ് പുത്തികൈ പഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്കായി 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറി. പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 7 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്കായി 1.5 ലക്ഷം രൂപ വീതം വില വരുന്ന ഉപകരണങ്ങളും വിതരണം ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് പെരുമ്പാമ്പുകളെ പിടികൂടി നാട്ടുകാർ. നരിക്കാട്ടേരിയിലെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് 2 പെരുമ്പാമ്പുകളെ കണ്ടത്. ഇവയെ പിടികൂടി കുറ്റ്യാടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. താമസക്കാർ ഇല്ലാത്ത സ്ഥലത്ത് പറമ്പും ഇടവഴികളും കാടുമൂടി കിടക്കുന്നതിനാൽ പ്രദേശത്ത് മറ്റ് ജീവികളുടെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഡേറ്റിംഗ് ആപ്പിന്റെ മറവിൽ പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ആക്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ATMൽ നിന്ന് പണം പിൻവലിക്കാൻ പോയി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ 3-അംഗ സംഘം തടഞ്ഞു നിർത്തി 16-കാരനെ ആക്രമിച്ചത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കാസർഗോഡ് ചട്ടഞ്ചാൽ തെക്കിൻ പറമ്പിൽ BMW കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കർണാടക ദേർലക്കട്ട നാട്ടക്കൽ അക്ബൽ മൻസിലിൽ മുഹമ്മദ് ഷഫീഖ്, കർണാടക ഉള്ളാൽ സ്വദേശി ആഷിഫ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മംഗലാപുരത്തെ ഹാഷിം റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. എറണാകുളം പട്ടിമറ്റം കിഴക്കമ്പലം റോഡിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഏരിപ്പുംപാറ വായനശാലയ്ക്ക് സമീപം രാവിലെ 100 മീറ്റർ ദൂരത്തിൽ ഓയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പട്ടിമറ്റത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഓയിൽ നീക്കം ചെയ്തു. നിയന്ത്രണം വിട്ട ടിപ്പർ വീട്ടിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. പാലക്കാട് മണ്ണാർക്കാട് കോങ്ങാട് പാതയിൽ പള്ളിക്കുറുപ്പാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും നിസ്സാര പരിക്കേറ്റ 2 പേരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. രേഖകളുമായി കൊൽക്കത്തയിലെ ബിക്രം ഗർഹിലെ സ്കൂളിലാണ് ഷമി എത്തിയത്. ഹിയറിംഗിന് ശേഷം SIR എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും എല്ലാവരും അതിൽ സഹകരിക്കണമെന്നും ഷമി ആവശ്യപ്പെട്ടു. ഇൻഡോറിലെ മലിനജല ദുരന്തം അന്വേഷിക്കാൻ സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ച് മധ്യപ്രദേശ് സർക്കാർ. ഭഗീരഥ്പുരയിലെ ജലം മലിനമായതിന്റെ യഥാർത്ഥ കാരണം പരിശോധിച്ച് ഭരണപരവും സാങ്കേതികവുമായ പോരായ്മകൾ സംഘം വിശകലനം ചെയ്യും. മഹാരാഷ്ട്രയിൽ CPIMന്റെ മഹാറാലി. വനാവകാശ നിയമം നടപ്പിലാക്കുക, സ്മാർട്ട് മീറ്റർ പദ്ധതി റദ്ദാക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി. ചരോദിയിൽ നിന്ന് പാൽഘറിലേക്കുള്ള റാലിയിൽ 50,000 പേരാണ് അണിനിരക്കുന്നത്. പാൽഘറിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം ആരംഭിക്കാനാണ് പദ്ധതി. 2047 ആകുമ്പോഴേക്കും ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒന്നാമതെത്തുമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. ഇന്ത്യ ഇപ്പോൾ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണെന്നും 3 വർഷങ്ങൾക്കുള്ളിൽ 3ാമതെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിനായുള്ള ഇന്ത്യ പവലിയന്റെ ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു പ്രതികരണം. സിഖ് ഗുരുക്കന്മാർക്കെതിരെ ജീവിതത്തിൽ ഒരിക്കലും അനാദരവ് കാണിച്ചിട്ടില്ലെന്നും മറിച്ചുള്ള ആക്ഷേപങ്ങൾ ദുരുദ്ദേശപരമാണെന്നും പ്രതിപക്ഷ നേതാവ് അതിഷി ഡൽഹിയിൽ നിയമസഭയിൽ പറഞ്ഞു. സിഖ് ഗുരുക്കന്മാരെ അധിക്ഷേപിച്ചെന്ന വിമർശനത്തിന് പിന്നാലെ നിയമസഭാ സെക്രട്ടറിക്ക് അയച്ച കത്തിലും അതിഷി നിലപാട് ആവർത്തിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ 4 മാസത്തിനകം നികത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. വൈസ് ചാൻസലർ, രജിസ്ട്രാർ മുതലായ തസ്തികകളിൽ ഒഴിവ് വന്നാൽ 1 മാസത്തിനുള്ളിൽ തന്നെ പുതിയ നിയമനം ഉണ്ടാകണമെന്നും മുടങ്ങിക്കിടക്കുന്ന സ്കോളർഷിപ്പ് വിതരണങ്ങൾ 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ലിവിംഗ് റിലേഷനിൽ സ്ത്രീകൾക്ക് ഭാര്യാ പദവി നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇത്തരം ബന്ധങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് നിയമസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് കോടതിയുടെ ഇടപെടൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രതിയായ യുവാവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. കർണാടക പോലീസ് മേധാവി K. രാമചന്ദ്ര റാവുവിന്റെ സസ്പെൻഡ് ചെയ്തു. ഓഫീസ് മുറിക്കുള്ളിൽ സ്ത്രീകളുമായി അടുത്തിടപഴകുന്ന 1-ലധികം വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്ത പ്രവണതയാണ് റാവുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അത് സർക്കാരിനാകെ നാണക്കേടുണ്ടാക്കിയെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു.
NDTV സ്ഥാപകരും മുൻ മേധാവികളായ പ്രണോയ് റോയ്ക്കും രാധിക റോയ്ക്കുമെതിരെ 2016 ആദായ നികുതി നോട്ടീസ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. ഇരുവരെയും അനാവശ്യമായി ദ്രോഹിച്ചതിന് വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച കോടതി 1 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. തമിഴ്നാട്ടിൽ ഹീലിയം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ 18 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. ബലൂണുകളിൽ ഹീലിയം നിറയ്ക്കാനായി കൊണ്ടുവന്ന സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. കള്ളക്കുറിച്ചി മണലൂർപേട്ടയിൽ തെൻപെണ്ണൈ റിവർ ഫെസ്റ്റിവലിനിടെയാണ് അപകടം ഉണ്ടായത്. ഒഡീഷയിൽ ആനയുടെ ജഡം വനം വകുപ്പ് വെട്ടിമുറിച്ച് കുഴിച്ചുമൂടിയതായി സ്ഥിരീകരണം. ആന ചരിഞ്ഞത് പുറംലോകം അറിയാതിരിക്കാനാണ് ഉദ്യോഗസ്ഥർ ജഡം കുഴിച്ചുമൂടിയത്. കഴിഞ്ഞ ജനുവരി 5-ന് ജിരിബാണി മേഖലയിലാണ് ആന ചരിഞ്ഞത്. വിവരം പുറത്തറിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് കുഴിച്ചിട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാജസ്ഥാനിൽ 14 വയസ്സുകാരിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ 19-കാരൻ അറസ്റ്റിൽ. ഫോട്ടോഗ്രാഫറായ ഓം പ്രകാശാണ് പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ പ്രതി ആസിഡ് ഒഴിക്കുകയായിരുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ പെൺകുട്ടിയോട് ഇയാൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടി നിരസിച്ചു. ഇതിൽ പ്രകോപിതനായാണ് ആക്രമണം. ബാഡ്മിന്റണിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം സൈന നെഹ്വാൾ. പരിക്ക് തുടരുന്നതിനാൽ 35-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപനം. കോർട്ട് വിടുന്നത് 2012 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ച താരം. വനിതാ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മുന്നണി പോരാളിയായി നിറഞ്ഞുനിന്ന ഇതിഹാസം. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയ്ക്ക് തയ്യാറെടുത്ത ഇന്ത്യൻ ടീം. നാഗ്പൂരിലെത്തിയ താരങ്ങൾ പരിശീലനം ആരംഭിച്ചു. പരിശീലനത്തിന് മുന്നോടിയായി വനത്തിൽ സഫാരി നടത്തി സഞ്ജുവും സംഘവും. ന്യൂസിലൻഡിന് തിരിച്ചടിയായി ബ്രേസ്വെല്ലിന് പരിക്ക്. കളിക്കാർക്ക് നൽകുന്ന വാർഷിക കരാറുകൾ പൊളിച്ചെഴുതാൻ BCCI. നിലവിലുള്ള A+ വിഭാഗം ഒഴിവാക്കാൻ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശം നൽകി. ഇത് നടപ്പാകുന്നതോടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് A+ കരാർ നഷ്ടമാകും. 3 ഫോർമാറ്റിലും ടീമിൽ സ്ഥാനമുള്ളവർക്കാണ് A+ കരാർ നൽകുന്നത്. ഇന്ത്യക്കെതിരായ 2020 പരമ്പര നാളെ ആരംഭിക്കാനിരിക്കെ ന്യൂസിലൻഡിന് തിരിച്ചടി. ഓൾറൗണ്ടർ മൈക്കൽ ബ്രേസ്വെല്ലിന് ആദ്യ മത്സരങ്ങൾ നഷ്ടമാകും. ഇടതുകാലിന് പരിക്കേറ്റ ബ്രേസ്വെൽ നിരീക്ഷണത്തിലാണെന്നും കളിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ന്യൂസിലൻഡ് പരിശീലകൻ അറിയിച്ചു. ബ്രേസ്വെല്ലിന് പരമ്പര നഷ്ടമാകാനുള്ള സാധ്യത പരിഗണിച്ച് ക്രിസ്ത്യൻ ക്ലർക്ക് ന്യൂസിലൻഡ് ടീമിനൊപ്പം തുടരും. റയൽ മാഡ്രിഡിന്റെ പരിശീലകൻ ആകും എന്ന വാർത്തകൾ തള്ളി ലിവർപൂൾ മുൻ പരിശീലകൻ യൂർഗൻ ക്ലോപ്പ്. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണ്. താൻ നിലവിലെ സാഹചര്യത്തിൽ സന്തുഷ്ടനാണെന്നും റയലിലേക്ക് പോകാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. റയൽ മാഡ്രിഡിന് തന്നെ ആവശ്യമില്ലെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്റെ മനസ്സ് മാറില്ലെന്നും ക്ലോപ്പ് പറഞ്ഞു. സാബി അലോൺസോയെ പുറത്താക്കിയതിന് പിന്നാലെ പുതിയ പരിശീലകനെ തേടുകയാണ് റയൽ. ക്ലോപ്പ് അടക്കം നിരവധി പേരുകൾ സാധ്യതയായി ഉയരുന്നുണ്ട്. ന്യൂസിലൻഡിനെതിരായ കോഹ്ലിയുടെ മിന്നും പ്രകടനത്തിന് പിന്നാലെ സഞ്ജയ് മഞ്ജരേക്കർക്ക് മറുപടിയുമായി വിരാട് കോഹ്ലിയുടെ സഹോദരൻ വികാസ് കോഹ്ലി. എളുപ്പമുള്ള ഫോർമാറ്റിനെ കുറിച്ച് ക്രിക്കറ്റ് വിദഗ്ധൻ നടത്തിയ പരാമർശങ്ങൾ അത്ഭുതപ്പെടുത്തി. പറയുന്നത് പോലെ എളുപ്പമാണെങ്കിൽ ചെയ്തു കാണിക്കൂ എന്നും പറയുന്നത്ര എളുപ്പമല്ലെന്നും വികാസ് പരിഹസിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു വികാസിന്റെ പ്രതികരണം. കോഹ്ലി എളുപ്പമുള്ള ഫോർമാറ്റ് തിരഞ്ഞെടുക്കുന്നുവെന്ന് മഞ്ജരേക്കർ പറഞ്ഞിരുന്നു. 2020 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരില്ല എന്ന നിലപാടിൽ ഉറച്ച് ബംഗ്ലാദേശ്. രാജ്യത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ICCക്ക് ആവില്ലെന്ന് പ്രതികരണം. ICCയുമായി ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് കായിക ഉപദേഷ്ടാവ് ആസിഫ് നസ്രുൾ. ബംഗ്ലാദേശ് ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നാളെ തീരുമാനം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി SIR ഹിയറിംഗിന് ഹാജരായി. കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് ഷമി SIR ഹിയറിംഗിന് ഹാജരായത്. SIR ആരെയും ഉപദ്രവിക്കുന്നതല്ലെന്നും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുവെന്നും ഷമി വ്യക്തമാക്കി. ബംഗാളിൽ SIRനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയായിരുന്നു ഷമിക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നത്. വനിതാ പ്രീമിയർ ലീഗിൽ പരിക്കേറ്റ കമാലിനിക്ക് പകരം വൈഷ്ണവി ശർമ്മയെ ഉൾപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ അരങ്ങേറ്റം കുറിച്ചതിന് പിന്നാലെയാണ് താരത്തിന് WPLലും അവസരം ലഭിക്കുന്നത്. 30 ലക്ഷത്തിനാണ് വൈഷ്ണവി മുംബൈക്കൊപ്പം ചേരുന്നത്. ദേശീയ പോൾ വാൾട്ട് താരങ്ങളെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടതിൽ TTEക്കെതിരെ പരാതി. പോളിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പൻവേലിൽ വെച്ച് ദേശീയ പോൾ വാൾട്ട് താരങ്ങളായ ദേവ് മീണയെയും കുൽദീപ് യാദവിനെയും TTE ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് സംഭവമുണ്ടായത്. ചാമ്പ്യൻഷിപ്പിൽ താരങ്ങൾ സ്വർണം നേടിയിരുന്നു. പിന്നീട് താരങ്ങളെ മറ്റൊരു ട്രെയിനിൽ കർശന ഉപാധികളോടെയാണ് യാത്ര ചെയ്യാൻ അനുവദിച്ചതെന്നും താരങ്ങൾ പറഞ്ഞു.
പാകിസ്ഥാനിലെ കറാച്ചിയിലെ മാളിൽ ശനിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ കാണാതായ 63 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാണാതായവരിൽ ഭൂരിഭാഗവും മരിച്ചിരിക്കാമെന്ന് സംശയിക്കുന്നതായും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. 2 ദിവസത്തോളം നീണ്ടുനിന്ന തീപിടുത്തത്തിൽ ഇതുവരെ 21 പേർ കൊല്ലപ്പെട്ടു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള യുകെയുടെ തീരുമാനത്തിനെതിരെ ആഞ്ഞടിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേറ്റോ സഖ്യരാജ്യമായ UK എന്നാണ് പരിഹാസരൂപേണ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത്. ഈ ദുർബലമായ പ്രവൃത്തി റഷ്യയും ചൈനയും കാണുന്നുണ്ട്. ദ്വീപുകൾ കൈമാറുന്നത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് എന്നും തന്റെ പോസ്റ്റിൽ ട്രംപ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണാൻ തോക്കുമായി റഷ്യയിലെത്തിയ അമേരിക്കൻ പൗരന് 5 വർഷം തടവ് ശിക്ഷ. ചാൾസ് വെയിൻ സിമർമൻ എന്നയാളാണ് നൌകയിൽ റഷ്യയിലെത്തിയത്. സ്വയരക്ഷയ്ക്കായാണ് ആയുധം കയ്യിൽ സൂക്ഷിച്ചതെന്നും റഷ്യൻ നിയമത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ചാൾസ് സിമർമൻ കോടതിയിൽ പറഞ്ഞു. കാനഡ, വെനസ്വേല, ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയ AI നിർമ്മിത അമേരിക്കൻ മാപ്പ് പോസ്റ്റ് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്ന നിലപാടിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള തർക്കം മുറുകുന്നതിനിടെയാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. വെസ്റ്റ് ബാങ്കിലെ ഒരു ഫുട്ബോൾ ടർഫ് പൊളിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു. പലസ്തീനി കുട്ടികൾക്ക് കളിക്കാനുള്ള അപൂർവം ഇടം എന്ന നിലയിൽ ബെത്ലഹേമിലെ എയ്ഡ അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഉള്ള ഈ ഫുട്ബോൾ പിച്ച് സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ക്യാമ്പയിൻ നടന്നിരുന്നു. ഇസ്രയേലുമായി വേർതിരിക്കപ്പെടുന്ന സ്ഥലത്ത് കളിസ്ഥലം വേണ്ട അനുമതികളോടെയല്ല നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ഇസ്രയേൽ വാദം. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ തീരുമാനത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ ശക്തമായി രംഗത്തെത്തുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് കടുപ്പിച്ചത്. ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള തീരുമാനമെന്നും അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. പലസ്തീനു വേണ്ടിയുള്ള UN ഏജൻസിയായ UNRWAയുടെ ഈസ്റ്റ് ജെറുസലേമിലെ ഹെഡ്ക്വാർട്ടേഴ്സ് പൊളിച്ച് ഇസ്രയേൽ. ഹമാസ് ബന്ധമുള്ള സംഘടനയാണ് ഉൺറ ആണ് ഇസ്രയേൽ ആരോപണം. നിലവിൽ ഹമാസും ഉൺറയും അവിടെയുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുവെന്നും അവിടെ ജീവനക്കാരാരുമില്ല എന്നും ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. നൊബേൽ പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ നോർവേ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്ന് പ്രധാനമന്ത്രി യോനാസ് ഗർസ്റ്റൂർ. നോർവീജിയൻ പാർലമെന്റ് നിയമിക്കുന്ന സ്വതന്ത്ര സമിതിയാണ് അവാർഡ് തീരുമാനിക്കുന്നത്. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന് അവകാശപ്പെട്ട ട്രംപ് നൊബേൽ പുരസ്കാരം ലഭിക്കാതിരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. തെക്കൻ സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 40 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി പൊതുജനങ്ങളെ അറിയിക്കുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചോസ്. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമാന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വാക്കു നൽകി. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ പരിഹസിച്ച് ഫ്രാൻസ്. ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് US ട്രഷറി സെക്രട്ടറി നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് ഫ്രഞ്ച് റെസ്പോൺസ് എന്ന അക്കൗണ്ട് പരിഹാസക്കുറിപ്പ് പങ്കുവച്ചത്. തീപിടുത്തമുണ്ടായാൽ അഗ്നിശമന സേനാംഗങ്ങൾ ഇടപെടും എന്നതുകൊണ്ടാണ് ഇപ്പോൾ വീട് കത്തിക്കുന്നതാണ് നല്ലത് എന്ന് തുടങ്ങുന്ന പരിഹാസക്കുറിപ്പാണ് പങ്കുവച്ചത്. ഓസ്ട്രേലിയയിൽ സ്രാവുകളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തതോടെ കിഴക്കൻ മേഖലയിലെ ബീച്ചുകൾ അടച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 4 തവണയാണ് സ്രാവുകളുടെ ആക്രമണം ഉണ്ടായത്. അമേരിക്കയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾ ഇന്ത്യയിൽ നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനമല്ലെന്ന് സാങ്കേതിക വിദഗ്ധർ. അമേരിക്കൻ AI കമ്പനികൾക്കായി കുറഞ്ഞ വേതനത്തിൽ 70,000-ഓളം തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. ബംഗ്ലാദേശിന് മേൽ വിസ ബോണ്ട് നടപ്പാക്കിയ അമേരിക്ക ഇതോടെ ജനുവരി 21 മുതൽ B1, B2 വിസയ്ക്ക് അപേക്ഷിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാർ അപേക്ഷയോടൊപ്പം $15,000 ബോണ്ട് നൽകണമെന്ന് ധാക്കയിലെ US എംബസി അറിയിച്ചു. ലിബിയയിലെ മിസ്രാത്ത ഫ്രീ സോണിലുള്ള പോർട്ട് ടെർമിനൽ വികസനത്തിനായി ഖത്തർ, ലിബിയ, ഇറ്റലി രാജ്യങ്ങൾ ഒന്നിക്കുന്നു. ഇത് സംബന്ധിച്ച തന്ത്രപ്രധാനമായ കരാറിൽ ഖത്തർ പ്രധാനമന്ത്രിയും ലിബിയൻ പ്രധാനമന്ത്രിയും ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും ഒപ്പുവെച്ചു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൊതുജനങ്ങൾക്കായി ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷനായ കഹ്റമയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഖത്തർ പ്രധാനമന്ത്രിയും ജോർഡൻ ഉപപ്രധാനമന്ത്രിയും കായികം, യുവജനക്ഷേമം എന്നീ മേഖലകളിലെ സഹകരണത്തിനായുള്ള എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, ടൂറിസം, ബിസിനസ് ഈവന്റുകൾ എന്നിവയിലെ സഹകരണം, ഉഭയകക്ഷി രാഷ്ട്രീയ കൂടിയാലോചനകൾ തുടങ്ങി വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ ആബൂൻ മോർ ബസേലിയോസ് ജോസഫിന് ഖത്തറിൽ സ്വീകരണം നൽകി. ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ് സെന്റർ ഇന്ത്യ കോർഡിനേറ്റർ മുഹമ്മദ് മാഹീന് ഗൾഫ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷന്റെ സേവന പുരസ്കാരം ദോഹയിൽ നടന്ന ചടങ്ങിൽ സംരംഭകനും അൽ റയീസ് ഗ്രൂപ്പ് ചെയർമാനുമായ അഹമ്മദ് അൽ റയീസ് സമ്മാനിച്ചു.
ജീവകാരുണ്യ രംഗത്ത് ചരിത്രം കുറിച്ച സൗദി അറേബ്യ 2025 കണക്കുപ്രകാരം ആഗോളതലത്തിൽ 2ാം സ്ഥാനവും അറബ് ലോകത്ത് 1ാം സ്ഥാനവും രാജ്യം കരസ്ഥമാക്കി. വെറ്റിനറി അധികാരികളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള കോഴികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി ഒമാൻ. ട്രേഡെക്സ് കേരള 2026 ഫെബ്രുവരി 17-18 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ട്രേഡെക്സ് കേരള 2026 ലോഗോ മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ഡീസൽ പൂർണ്ണമായി ഒഴിവാക്കി ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറാൻ ഒരുങ്ങി റെയിൽവേ. അവശേഷിക്കുന്ന 2500ഓളം ഡീസൽ ലോക്കോമോട്ടീവുകൾ കൂടി സർവീസിൽ നിന്ന് ഒഴിവാക്കാനാണ് പദ്ധതി. മലയാളി ഉടമസ്ഥതയിലുള്ള ഫ്ലൈ 91 വിമാന കമ്പനി ആദ്യമായി കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്നു. ഫെബ്രുവരി 9 മുതൽ കൊച്ചിക്കും ലക്ഷദ്വീപിലെ അഗത്തിക്കും ഇടയിൽ പ്രതിദിന സർവീസ് ആരംഭിക്കും. വസന്തത്തെ വരവേൽക്കാനൊരുങ്ങി നെതർലൻഡ്. ജനുവരിയിലെ 3ാമത്തെ ശനിയാഴ്ചയാണ് ടുലിപ്പ് സീസണിന്റെ ഔദ്യോഗിക തുടക്കം. ആംസ്റ്റർഡാമിലെ മ്യൂസിയം സ്ക്വയറിലാണ് പ്രധാന ആഘോഷം. ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ പൂർണ്ണ ഇലക്ട്രിക് SUV അവതരിപ്പിച്ച ടൊയോട്ട. ഒറ്റ ചാർജിൽ 543 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന മോഡലിന് ടൊയോട്ടോ അർബൻ ക്രൂയിസർ എബല്ല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 5ാമത്തെ പ്ലാന്റ് നിർമ്മിക്കാൻ മാരുതി സുസുക്കി. പുതിയ പ്ലാന്റിലൂടെ പ്രതിവർഷം 26 ലക്ഷം യൂണിറ്റ് എന്ന നിലവിലെ ഉൽപ്പാദന ശേഷിയെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നടനും സംവിധായകനുമായ ഹിപ് ഹോപ്പ് തമിഴ ആദിയുടെ മിസയെ മുറുക്ക് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മലേഷ്യയിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം. ചൈനീസ് ആക്ഷൻ സിനിമ കുങ് ഫു ഹസിലിലൂടെ ശ്രദ്ധേയനായ നടൻ ബ്രൂസ് ലീയും അന്തരിച്ചു. 77 വയസ്സായിരുന്നു. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സിബി തോമസ് തിരക്കഥ എഴുതുന്ന 7 സെക്കൻഡ്സിന്റെ ചിത്രീകരണം കാസർഗോഡ് ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ അറ്റ്ലിയും ഭാര്യ പ്രിയ മോഹനും 2ാമത്തെ കുട്ടിയെ പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിലൂടെയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത്. ടോവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം പള്ളിച്ചട്ടമ്പിയുടെ റിലീസ് പ്രഖ്യാപന പ്രൊമോ വീഡിയോ പുറത്തിറങ്ങി. പ്രശസ്ത സംവിധായകൻ അരുൺ ഗോപി നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യ ചിത്രത്തിന് തുടക്കം കുറിച്ചു. നവാഗതനായ നിഖിൽ മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത്. പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിപ്പിച്ചുകൊണ്ട് ദുരന്തർ 2വിന്റെ ടീസർ റിലീസ് പ്രഖ്യാപിച്ച അണിയറ പ്രവർത്തകർ. സണ്ണി ഡിയോൾ, വരുൺ ധവാൻ, ദിൽജിത്ത് ദൊസഞ്ച് എന്നിവർ അണിനിരക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ബോർഡർ 2 ജനുവരി 23 തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിനൊപ്പം ദുരന്തർ 2വിന്റെ ടീസറും പ്രദർശിപ്പിക്കും. മലയാളികളുടെ പ്രിയതാരം അനശ്വര രാജൻ ആദ്യമായി അഭിനയിച്ച തെലുങ്ക് ചിത്രം ചാമ്പ്യൻ OTTയിലേക്ക്. നിർമ്മല കോൺവെന്റ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ റോഷൻ മേക്കയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. കാന്താരയിലെ നെഗറ്റീവ് റോള് കരിയറിനെ ബാധിക്കുമോ എന്ന് ഭയന്നിരുന്നതായി കന്നഡ സിനിമാ താരം രുക്മിണി വസന്ത്. സംവിധായകൻ ഋഷഭ് ഷെട്ടി കാന്താരയിലേക്ക് വിളിച്ചപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും സിനിമയുടെ റിലീസ് അടുത്തപ്പോൾ ഭയന്നിരുന്നതായി താരം. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജനുവരി 25 മുഖ്യമന്ത്രി വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. ജയിലർ 2വിന്റെ ചിത്രീകരണത്തിനായി സൂപ്പർ സ്റ്റാർ രജനീകാന്തും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറും കൊച്ചിയിൽ. ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള നിർണായക ഭാഗങ്ങളാണ് കേരളത്തിൽ ചിത്രീകരിക്കുന്നത്.